ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ശ്രുതി അശ്വിനെ സമാധാനിപ്പിക്കാണ്ട്, സാർ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്, എല്ലാം ശരിയാകും. അഞ്ജലി ചേച്ചി ആർത്തും ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു ചേച്ചിയാണ്, എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രം പ്രാർത്ഥിച്ച് കഴിയുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചിക്ക് ഒരു ആപത്തും ഭഗവാൻ വരുത്തില്ല, എനിക്ക് വിശ്വാസമുണ്ട് സാർ, ഈ വിഷമങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് ശ്രുതി അശ്വിനെ സമാധാനിപ്പിക്കുകയാണ്. അശ്വിൻ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നുന്നു കേട്ടോ. അശ്വിൻ ശ്രുതി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ശേഷം ശ്രുതിനെ പൊക്കിയെടുത്തിട്ട് പറയുന്നുണ്ട്, നീ ആകെ ടയേർഡാണ്, എന്നെ രക്ഷിക്കാനുള്ള തിരക്കിൽ നിന്നെ ശ്രദ്ധിക്കാതെ പോയി, നീ ആകെ ടയേർഡായിട്ട് ക്ഷീണിച്ച് വല്ലാത്തൊരു അവസ്ഥയിലാണ്, നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ കട്ടിലേക്ക് കൊണ്ടേ കിടത്തുകയാണ്. ശേഷം അശ്വിൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അശ്വിനോട്, എന്തൊക്കെയാണ് കുഞ്ഞിവിടെ നടക്കുന്നത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ശ്രുതി നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അശ്വിനെ കാണുന്നില്ല. അപ്പോൾ അശ്വിനെ അന്വേഷിച്ച് താഴത്തേക്ക് വരുമ്പോഴാണ് അശ്വിനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ ഈ മുത്തശ്ശി പറഞ്ഞിട്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുഞ്ഞ്, നമ്മുടെ കൂടെ കളിച്ച് ചിരിച്ച് സ്നേഹത്തോടെ കഴിഞ്ഞ ഒരാൾ, അയാൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ മാറാൻ സാധിക്കുന്നു, എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ പെട്ടെന്ന് അവൻ്റെ സ്വഭാവം എങ്ങനെ മാറി ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, മുത്തശ്ശി ഇത് പെട്ടെന്ന് മാറിയ സ്വഭാവമൊന്നുമില്ല, ഇയാൾ മുമ്പ് തൊട്ട് ഇയാളുടെ പ്ലാനിങ്ങും ഇയാളുടെ മനസ്സിലിരിപ്പൊക്കെ ഇത് തന്നെയായിരുന്നു. ഞാനിത് ശ്രുതി പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയ കാര്യമൊന്നുമല്ല, എനിക്കിത് നേരത്തെ അറിയായിരുന്നു. ആകാശിൻ്റെ പ്രീതിയുടെ വിവാഹത്തിലെ തലേ ദിവസം ഞാൻ അറിഞ്ഞ സത്യമാണത് എന്ന് പറയാണ്. കുഞ്ഞ, നിനക്ക് അപ്പോഴേ അറിയായിരുന്നു ഈ സത്യം? അറിയായിരുന്നു മുത്തശ്ശി, ആ സത്യം പറയാൻ വേണ്ടി ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്ന സമയത്താണ് ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നുള്ള സത്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്. ചേച്ചിയുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ചേച്ചിയുടെ ആ ഒരു ബോഡിയുടെ ആ ഒരു ഇത് ചേച്ചിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് പ്രഗ്നൻറ്റും കൂടി ആയപ്പോഴേക്കും ചേച്ചിയെടുത്ത് ഈ കാര്യമാണ്, ചേച്ചി തലകറങ്ങി വീഴും, അപ്പോൾ ആ കുഞ്ഞിനെയും കൂടി അതിന് ബുദ്ധിമുട്ടാകുമല്ലോ. അപ്പോൾ അഞ്ജലിയുടെ ജീവനും ബുദ്ധിമുട്ടാവും, കുഞ്ഞിൻ്റെ ജീവനും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് അശ്വിനൊന്നും പറയാതിരുന്നത്. സത്യം പറഞ്ഞാൽ മുത്തശ്ശി എന്നോട് പലപ്പോഴും ചോദിക്കാറില്ലേ, ശ്രുതിനെ പെട്ടെന്ന് എന്തിനെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന്? അതിനുള്ള കാരണം ഈ ശ്യാം മാധവ് തന്നെയാണ്. കുഞ്ഞ, നീ എന്തൊക്കെയാണ് പറയണത്? അതേ മുത്തശ്ശി, ശ്യാം മാധവാണ് ശ്രുതിയുടെ വീട്ടിലെ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിന്നത്. ശേഷം ശ്രുതിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ വിവാഹ മോതിരത്തിൻ്റെ ഒരു നിശ്ചയ ചടങ്ങ് രീതിയിൽ വിവാഹ മോതിരം അണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ കുറുക്കനായതുകൊണ്ട് ആരെ അറിയിക്കാനാണ് ഇതൊക്കെ ചെയ്തത്. ശ്രുതിയുടെ അടുത്ത് അന്ന് ചോദിച്ചില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നൊക്കെ, അത് ഈ ശ്യാമാധവായിട്ടായിരുന്നു. ശ്രുതി എന്ന സമയത്ത് അഞ്ജലിയുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ശ്രുതിനെ വിശ്വസിച്ചുമില്ല. കല്യാണത്തിൻ്റെ ആകാശിൻ്റെ പ്രീതിയുടെ കല്യാണത്തിൻ്റെ തലേന്ന് ശ്യാം ശ്രുതിനെ ചേർത്ത് പിടിച്ച്, എന്നെ നീ വിട്ടു പോവല്ലേ, എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ശ്രുതിനെയും ശ്യാമിനെയും തെറ്റിദ്ധരിച്ചു. ശ്രുതിയും ശ്യാമും ഒന്നായിട്ട് ഈ കുടുംബം കലക്കാൻ പോണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടാണ് ശ്രുതിനെ നിർബന്ധിച്ച് അന്ന് വിവാഹം കഴിച്ചത്. അവർ തമ്മിൽ ഒന്നിക്കരുതെന്ന് വിചാരിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കുടുംബത്തിൽ നശിയാതിരിക്കാൻ വേണ്ടിയിട്ട് 6 മാസത്തേക്ക് എഗ്രിമെൻറ്റിൽ ഇവിടെ ആയിട്ട് ഞാൻ 6 മാസത്തെ കാര്യം മുത്തശ്ശിയെടുത്ത് പറയും കേട്ടോ. ഇങ്ങനെ മാത്രം പറയുള്ളൂ, അന്ന് ഞാൻ ഇവിടെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചത് അതിനെയാണ് എന്ന് പറയും. അപ്പോഴാണ് മുത്തശ്ശിക്ക് അശ്വിൻ്റെ അന്ന് ശ്രുതിനെ വിവാഹം കഴിച്ചതിൻ്റെ ആ ഒരു കാര്യം എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ. മുത്തശ്ശി അപ്പോൾ പൊട്ടി കരയാണ്. പക്ഷെ അശ്വിനും ശ്രുതിയും സമാധാനിപ്പിക്കേണ്ട, സാരില്ല മുത്തശ്ശി, അഞ്ജലി ചേച്ചിയുടെ ആരോഗ്യമാണെന്നൊക്കെ പ്രധാനം, ആരോഗ്യം ശരിയാവും, നമ്മുടെ വീട് പഴയ പോലെ തന്നെയാകും, ശ്യാമെന്ന് പറഞ്ഞ ആൾ ഇവിടുന്ന് പോയാലും നാളൊരു സമയത്ത് അഞ്ജലി ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി സമാധാനിപ്പിക്കുകയാണ്. ശരിയാ, അങ്ങനെ ഒരു സമയത്ത് സംഭവിച്ചാലോ എന്ന് വെച്ചാൽ നമ്മൾ ആ മുത്തശ്ശിയും സമാധാനിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര, ആ ചേച്ചി എന്തൊരു സ്നേഹമുള്ള ചേച്ചിയാണ്, ഇത്രമാത്രം സ്നേഹവും മറ്റുള്ളവർക്ക് കരുണയുള്ള വേറൊരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കാലിന് ചെറിയൊരു വയ്യായിക, അതാണല്ലോ ആ ശ്യാമ് ഒരു കുറവായിട്ട് കണ്ടത്. ഇത്രയും നല്ലൊരു ഭാര്യനെ കിട്ടാൻ വേണ്ടി ഭാഗ്യം ചെയ്യണം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതേസമയത്ത് സെലിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തേക്ക് ഒരു ലവർ ഉണ്ട്. ആ ലവറിനോട് ഇങ്ങനെ വിളിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എടാ നമുക്കിവിടെ നന്നായിട്ട് കൊയ്യാൻ പറ്റും, നനഞ്ഞിടമാണ്, കുഴിക്കാൻ പറ്റിയ സ്ഥലമായത്, നീ തിരക്ക് പിടിക്കലേടാ, എല്ലാത്തിനും ഞാൻ അടിച്ച് പുറത്താക്കുന്നുണ്ട്, സ്വത്തുക്കളൊക്കെ ഞാൻ എൻ്റെ പേരിലാക്കും, പിന്നെ നമുക്ക് ഇവിടെ നിന്ന് റിസോർട്ടൊക്കെ പണിയണം, നമുക്കിവിടെ അടിച്ചു പൊളിക്കണം എന്നൊക്കെ പണ്ട് ഫോൺ വിളിച്ച് പറയാട്ടോ. അപ്പം ശ്യാമിന് ഇങ്ങനെ എടുത്ത് കൊടുക്ക് കൊതിപ്പിക്കുന്നുണ്ട്. അതേ ശ്യാം സാറിനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ ഞാൻ അഞ്ജലിയും എടുത്തുകൊണ്ട് പറയുന്നുണ്ട്. ശ്യാം സാറിന് എത്രയും പെട്ടെന്ന് ഇവിടെ കയറാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കൊതിപ്പിക്കുകയാണ് സെലിൻ. പക്ഷേ സെലിൻ അഞ്ജലി എടുത്ത് പറയണതോ, ശ്യാം ഒരു വൃത്തികെട്ടവനാണ്, അയാൾ അങ്ങനെ ചെയ്ത് ഞാൻ വിചാരിച്ചില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അഞ്ജലി എടുത്ത് പറയണത്. മാത്രമല്ല ശ്രുതിനെ പറ്റിയും കുറ്റം പറയും. ശ്രുതിയും ശ്യാമും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ സെലിൻ അഞ്ജലി എടുത്ത് കൊളുത്തി കൊടുക്കണമുണ്ട്. അതുകൊണ്ട് തന്നെ അഞ്ജലിക്ക് ദേഷ്യം ശ്രുതിയുടെ അടുത്തും അശ്വിനോടും ശ്യാമിനോടും ദേഷ്യമുണ്ട് കേട്ടോ. അതിൻ്റെ അഞ്ജലിയുടെ ഉള്ളിൻ്റെ നല്ല ദേഷ്യമുണ്ട്. അഞ്ജലി അങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണ്, ഫുഡായിട്ടാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി, എൻ്റെ ചേച്ചി എന്താ ഇങ്ങനെ, ഞാൻ മുമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വരുമായിരുന്നു, എന്നിട്ട് മാലാഖയുടെ കഥ പറഞ്ഞു തരുമായിരുന്നു, ഇന്ന് ഞാൻ ആ മാലാഖയുടെ കഥ ചേച്ചിക്ക് പറഞ്ഞുതരാൻ പോവാണ്,
ദേ ഭക്ഷണം കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോഴേക്കും അഞ്ജലി പെട്ടെന്ന് അശ്വിനോട് ചൂടാവാട്ടോ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ അശ്വിനെ നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. അതൊക്കെ ശ്രുതി അറിയുന്നുണ്ട്. ശ്രുതിക്കും വളരെ വിഷമമോ, ഈശ്വര ഇവർ രണ്ടുപേരും അഞ്ജലി ചേച്ചി എന്തിനാണ് ഈ അശ്വിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അശ്വിൻ സാർ ഒരു പാവമാണ്, ചേച്ചിയുടെ ജീവിതത്തിന് വേണ്ടി ഇത്രയും നന്നായിട്ട് ജീവിച്ച് ഇത്രയും നാൾ ചേച്ചിക്ക് വേണ്ടി മാത്രം ജീവിച്ച അശ്വിൻ സാറിന് ഇത്ര പെട്ടെന്ന് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ ശ്രുതിയുടെ ഭർത്താവും കൂടിയാണല്ലോ, അപ്പോൾ ഭർത്താവിന് ഇങ്ങനെ ഒഴിവാക്കണം കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി അഞ്ജലിയുടെ സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ആ സമയത്തും ശ്രുതിയുടെ വാക്കുകൾ കേൾക്കാനും അഞ്ജലി റെഡിയല്ല. അങ്ങനെ അഞ്ജലി കുത്തിയിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഷ്യാമിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അവസാനം അഞ്ജലി കണ്ടെത്തുന്ന ഒരു ഉപായമാണ് ആ കുഞ്ഞു ജീവൻ ഇല്ലാതാക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അഞ്ജലി ഹോസ്പിറ്റലിൽ പോവുകയും കുഞ്ഞിനില്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ കറക്റ്റ് സമയത്ത് അശ്വിൻ വരുന്നതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ കേട്ടോ. അങ്ങനെ അഞ്ജലിനും കൂട്ടിക്കൊണ്ട് അശ്വിൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അശ്വിനൊരു പ്രാന്ത് പിടിച്ച അവസ്ഥയുണ്ടോ, കാരണം അഞ്ജലി ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും അശ്വിൻ മാത്രമല്ല ആ വീട്ടിലെ ആൾക്കാർ ആരും വിചാരിച്ചില്ല. കാരണം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത അഞ്ജലി ആ കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കാൻ നോക്കിയെന്ന് ആലോചിച്ചിട്ട് വീട്ടുകാരെല്ലാവരും ഭയങ്കര ഷോക്കിലാണ്. അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തൊക്കെ പറഞ്ഞു ഷ്യാമിൻ്റെ കുഞ്ഞായിക്കോട്ടെ, പക്ഷേ അഞ്ജലിയുടെയും കൂടിയാണല്ലോ കുഞ്ഞ്. പിന്നെ ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ ചെയ്തത്, ചേച്ചി എന്ത് പണിയാണ് കാണിച്ചത്, ആ കുഞ്ഞ് എന്ത് ചെയ്തു, നിങ്ങളെ ആ ഷ്യാമിൻ്റെ സ്വഭാവം ആ കുഞ്ഞിനെ അറിയാവോ, ആ കുഞ്ഞിന് എന്ത്. അപ്പോൾ അഞ്ജലി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ആ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ എനിക്ക് അയാൾ ഓർമ്മ വരും, അയാൾ ചെയ്ത ചതി എനിക്ക് ഓർമ്മ വരും, അയാളുടെ മുഖം എനിക്ക് ഓർമ്മ വരും, അത് ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോയതെന്നാണ് അഞ്ജലി പറയണത്. അപ്പോൾ ആ കുഞ്ഞിനെ കറക്റ്റ് സമയത്ത് അശ്വിൻ രക്ഷിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അഞ്ജലി ഇനി ഇങ്ങനെയൊക്കെ അബദ്ധം ചെയ്യുമെന്ന് അശ്വിന് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വിൻ മുത്തശ്ശിയെടുത്ത് പറയുന്നത്, മുത്തശ്ശി ഒരു പ്രത്യേക ശ്രദ്ധ ചേച്ചിയുടെ കാര്യത്തിൽ വേണം. പിന്നെ ആ സെലിൻ എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണോടും പറയും ഇങ്ങനെ ആ ചേച്ചിനെ ശ്രദ്ധിക്കണം, ചേച്ചിനെ ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് എന്ത് പണിയായിട്ടുള്ളത്, ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നിങ്ങൾ കണ്ടില്ലേ, പിന്നെ നിങ്ങൾ എന്തിനോട് വെച്ചേക്കുന്നത് ഇതായിട്ട് ചേച്ചിനെ നോക്കാമെന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഇനി മേലാൽ ഇങ്ങനത്തെ പരിപാടി കാണിച്ചാൽ നിങ്ങളൊന്ന് പറഞ്ഞ് പുറത്താക്കും എന്നൊക്കെ അശ്വിൻ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ ആ സെലിൻ്റെ അടുത്ത്. ആ സമയത്ത് അശ്വിനാണെങ്കിൽ പ്രാന്ത് പിടിച്ച അവസ്ഥയായിട്ട്, കാരണം അശ്വിന് ഇത്രയും നാൾ ജീവിച്ചതെല്ലാം അഞ്ജലിക്ക് വേണ്ട, അഞ്ജലി ഇങ്ങനെ ചെയ്തപ്പോൾ അശ്വിനത് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ദേഷ്യത്തിന് പുറത്താണ് അശ്വിൻ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞത്, നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്തിനാ ശ്രുതി നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, എന്തിനാ ശ്രുതി നീ എൻ്റെ ഞാൻ നിന്നെ കണ്ടുമുട്ടിയത്, ഇതൊക്കെ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് അശ്വിൻ പറയാണ്. കാരണം അശ്വിൻ ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല, അപ്പത്തൊരു ഇതിൽ അങ്ങോട്ട് പറഞ്ഞു പോയി. പക്ഷേ ശ്രുതി അതിൽ വേറൊരു രീതിയിലാണ് എടുക്കണം, സത്യമാണല്ലോ. അപ്പോൾ അശ്വിൻ അതിന് തിരിച്ച് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി അടുത്ത്. ശ്രുതി സോറി, ഞാൻ അപ്പത്തെ ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല സാറ് പറഞ്ഞത് കറക്റ്റാണ്, സാറ് പറഞ്ഞതിൽ കാര്യമുണ്ട്, അതെനിക്കറിയാവുന്ന കാര്യമാണ്, ഞാനിവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ നിന്ന് പോകുന്നത്, നമ്മൾ എഗ്രിമെൻറ്റ് കഴിഞ്ഞോ, ഇല്ലല്ലോ, എഗ്രിമെൻറ്റ് കഴിയാൻ ഒരു മാസം കൂടിയുണ്ട്, 5 മാസമല്ലേ ആയിട്ടുള്ളൂ, 6 മാസത്തേക്കല്ലേ ഭാര്യയായിട്ട് എഗ്രിമെൻറ്റ് വെച്ചത്, ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പോൾ ശ്രുതി വീണ്ടും അശ്വിനെ തെറ്റിദ്ധരിക്കുകയാണ്, ഓഹോ അപ്പോൾ ഇയാൾ എഗ്രിമെൻറ്റ് ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ അശ്വിനെ വീണ്ടും തെറ്റിദ്ധരിക്കുകയാണ് ശ്രുതി. ആ ദേഷ്യത്തിൽ ശ്രുതി പിറ്റേ ദിവസം രാവിലെ തന്നെ കെട്ടിയും ബാണ്ടൊക്കെ എടുത്തിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ അശ്വിൻ ഉദ്ദേശിച്ചത് ശ്രുതിനെ ഒരിക്കലും അവിടെ പറഞ്ഞു വിടരുത്. അശ്വിൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയും ചെയ്യും കേട്ടോ. അഞ്ജലി ചേച്ചിയുടെ ആ മൈൻഡൊക്കെ ഒന്ന് നോക്കിയായി കഴിഞ്ഞാൽ ഇവളെ ശരിക്കൊന്ന് വിവാഹം കഴിക്കണം, നിയമപരമായിട്ട് വിവാഹം കഴിക്കണം എന്ന് അശ്വിൻ ആ തീരുമാനം എടുക്കുന്നുമുണ്ട്. എന്തായാലും അടിപൊളി ഭാഗമായിട്ട് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.